Good afternoon all. Today we are going to discuss antibiotic susceptibility testing. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഒരു ആന്റിബയോട്ടിക്കിന്റെ പൊട്ടൻസി അത് എത്രത്തോളം ആക്റ്റീവ് ആണ് പൊട്ടന്റ് ആണെന്നുള്ളത് ചെക്ക് ചെയ്യാനുള്ള ഡിഫറെന്റ് ടെസ്റ്റുകളാണ്. ഇന്നത്തെ സെഷൻ അതായത് ഇവിടുന്ന് തൊട്ട് അങ്ങോട്ട് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു ആന്റിബയോട്ടിക് ഒരു മൈക്രോ ഓർഗാനിസത്തിനെതിരെ എത്രത്തോളം എഫക്റ്റീവ് ആണ്, എത്രത്തോളം സസെപ്റ്റബിൾ ആണ് ആ മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻഹിബിറ്റ് ചെയ്യാൻ, അതിനെ പറ്റിയിട്ടുള്ള ആ ഒരു ടെസ്റ്റ് നമ്മൾ ലബോറട്ടറിയിൽ പെർഫോം ചെയ്യണം. അപ്പൊ ഈ മൈക്രോ ഓർഗാനിസത്തിന് ഫോർ എക്സാമ്പിൾ ഈക്കോളൈ ഈ ആന്റിബയോട്ടിക്കിനോട് എത്രത്തോളം സെൻസിറ്റീവ് ആണ്, സസെപ്റ്റബിൾ ആണെന്നുള്ള ടെസ്റ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ്. അപ്പൊ അതാണ് ആന്റിബയോട്ടിക് സസെപ്റ്റബിലിറ്റി ടെസ്റ്റിംഗ്. അപ്പോൾ സോ ദ മെജോറിറ്റി ഓഫ് ഇൻഫെക്ഷ്യസ് ഡിസീസ് ആർ ബാക്ടീരിയൽ ഇൻ ഒറിജിൻ. ഒരുവിധം ഇൻഫെക്ഷ്യസ് ഡിസീസ് എല്ലാം ബാക്ടീരിയൽ ഒറിജിൻ ആണ്. വിത്ത് ദ ഡിസ്കവറി ഓഫ് ലബോറട്ടറി മെത്തേഡ്സ് ടു ഗ്രോ ദിസ് മൈക്രോ ഓർഗാനിസം, അപ്പോഴാണ് ലബോറട്ടറി മെത്തേഡ്സിന്റെ ഡെവലപ്മെന്റും അതുവഴി നമുക്ക് മൈക്രോ ഓർഗാനിസത്തിനെ അപ്രോപ്രിയേറ്റ് ഗ്രോത്ത് മീഡിയത്തിൽ ഗ്രോ ചെയ്യാനുള്ള സംവിധാനം വന്നു. ഇൻ ദ നെയിം ഓഫ് കൾച്ചർ ഇറ്റ് ഡിറ്റർമൈൻഡ് ദ സെൻസിറ്റിവിറ്റി ആൻഡ് റെസിസ്റ്റൻസ് ഓഫ് specific pathogen towards a wide range of antimicrobial agents, and it became necessary so that healthcare providers can immediately institute proper treatment regimens to their patient. അപ്പോൾ പേഷ്യൻസിന് എത്രയും പെട്ടെന്ന് നമുക്ക് ഇന്ന ആന്റിബയോട്ടിക്കിനോട് ഇന്ന ഓർഗാനിസം സെൻസിറ്റീവ് ആണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്ഫുൾ ആയി. Antimicrobial susceptibility testing, AST, it is a laboratory procedure performed by the medical technologist to identify which antimicrobial regimen it is specifically effective for individual patients. അപ്പോൾ ഓരോ പേഷ്യൻസിന് എത്രത്തോളം എഫക്റ്റീവ് ആണെന്നുള്ളത് ചെക്ക് ചെയ്യാൻ. On a large scale, it helps in evaluation of treatment services provided by the hospitals, clinics, and national programs for the control and prevention of infectious diseases. Clinical laboratories currently employ several methods depending on the laboratory test menu they provide. അപ്പോൾ ഒരുപാട് ഡിഫറെന്റ് മെത്തേഡ്സ് വരുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ജസ്റ്റ് ഇതിന്റെ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഏതെല്ലാം മെത്തേഡ്സ് യൂസ് ചെയ്യും ഇതിനു വേണ്ടിയിട്ട് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. These approaches include disk diffusion and MIC methods, minimum inhibitory concentration. First of all, specimen collection. ആദ്യമായിട്ട് വേണ്ടത് specimen collection. For the routine susceptibility testing, using the disk diffusion method and MIC. അപ്പോൾ ഇതിന് രണ്ടിനും സെയിം, ഈ രണ്ട് മെത്തേഡ്സിനും മെയിൻ ആയിട്ട് ഡിസ്ക് ഡിഫ്യൂഷൻ മെത്തേഡും MIC ആണ് ലാബുകളിൽ ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ടെസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ്. അപ്പം അതിന് സെയിം ഗൈഡ് ലൈൻസ് തന്നെയാണ് ഫോർ കളക്ടിങ് സാമ്പിൾസ് ഓഫ് ബാക്ടീരിയൽ കൾച്ചർ, സിൻസ് എ സർട്ടൻ നമ്പർ ഓഫ് വെൽ ഐസൊലേറ്റഡ് കോളനീസ് ഗ്രോ ഫ്രം എ കൾച്ചർ ആൻഡ് ഇറ്റ് ഈസ് നെസസറി ടു പ്രിപ്പയർ എ സസ്പെൻഷൻ ഓഫ് ഇനോക്കുലം. അപ്പോൾ ഇനോക്കുലത്തിന്റെ ഒരു സസ്പെൻഷൻ ഉണ്ടാക്കണം എന്നുള്ളത് നിർബന്ധമാണ്. യൂഷ്വൽ സ്പെസിമെൻസ് സെൻഡ് ഫോർ കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി ടെസ്റ്റ് ആർ ബ്ലഡ്, യൂറിൻ, CSF, sputum, wound, stool, and other body fluids and discharges. നെക്സ്റ്റ് പ്രൊസീജിയർ. അപ്പൊ എന്തൊക്കെ പ്രൊസീജിയർ ആണ് ഇത് ഇൻവോൾവ് ആയിട്ടുള്ളത്? അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത് ഡിസ്ക് ഡിഫ്യൂഷൻ ആൻഡ് MIC മെത്തേഡ്സ്. ദേ എംപ്ലോയ് ഫീനോടൈപ്പിക് ഐഡന്റിഫിക്കേഷൻ ഓഫ് സസെപ്റ്റബിലിറ്റി. സസെപ്റ്റബിലിറ്റി എത്രത്തോളം ആന്റിബയോട്ടിക് സെൻസിറ്റീവ് ആണെന്ന് ടെസ്റ്റ് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യണം. സോ ഇറ്റ് റിക്വയർസ് ദ ഫോളോയിങ് പ്രോസസ്. ഫസ്റ്റ് ഓഫ് ഓൾ, we should prepare a standardized inoculum from a bacterial culture. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് നമുക്ക് കിട്ടിയ ബാക്ടീരിയ, അതായത് നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ കിട്ടിയ ബാക്ടീരിയ നമ്മൾ കൾച്ചർ ചെയ്ത് നമുക്ക് ഒരു ഐസൊലേറ്റഡ് കോളനി കിട്ടി. അപ്പോൾ അതിന്റെ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് സസ്പെൻഷൻ ഉണ്ടാക്കണം, എ സ്റ്റാൻഡർഡൈസ്ഡ് ഇനോക്കുലം. ചൂസിങ് വെൽ ഐസൊലേറ്റഡ് കോളനീസ്, ക്രിയേറ്റിംഗ് എ ബാക്ടീരിയൽ സസ്പെൻഷൻ. നൗ ഇത് സ്റ്റാൻഡർഡൈസ് എന്നിട്ട് എന്ത് ചെയ്യണം? ഈ ബാക്ടീരിയൽ സസ്പെൻഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തത് വി ഷുഡ് സ്റ്റാൻഡേർഡൈസ്. ഹൗ? ബൈ കമ്പയറിംഗ് ഇറ്റ് വിത്ത് എ സ്റ്റാൻഡേർഡ് നോൺ ആസ് മെക്ഫർലൻ സ്റ്റാൻഡേർഡ്. മെക്ഫർലൻ സ്റ്റാൻഡേർഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ
നമ്മളെ മീഡിയനെ കമ്പയർ ചെയ്തിട്ട് അതിന് സ്റ്റാൻഡർഡൈസ് ചെയ്യണം. അതേ തിക്നെസ്, അതേ ടർബിഡിറ്റി അത്രേ പാടുള്ളൂ. എങ്ങനെയാണോ മെക്ഫെർലൻ സ്റ്റാൻഡേർഡിന്റെ ടർബിഡിറ്റിയും തിക്നെസ്സും അതേ അളവിൽ തന്നെ ആയിരിക്കണം നമ്മുടെ ഇനോക്കുലത്തിന്റെ തിക്നെസ്സും വരിക. അത് നെക്സ്റ്റ് ടെസ്റ്റുകൾ പറയുമ്പോൾ കാണിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ക്ലിയർ ആവും. നെക്സ്റ്റ് ദ ഡൈലൂഷൻ ഓഫ് ദ ബാക്ടീരിയൽ സസ്പെൻഷൻ. അപ്പോൾ MICയിൽ വരുന്നത് ബാക്ടീരിയൽ സസ്പെൻഷൻ ഡൈല്യൂട്ട് ചെയ്തിരിക്കുന്ന മെത്തേഡാണ്. ഡിസ്ക് ഡിഫ്യൂഷനിൽ അതല്ല വരുന്നത്. ഇനോക്കുലേഷൻ ഓഫ് ബാക്ടീരിയൽ സസ്പെൻഷൻ ഓൺ ടു വൺ ഓഫ് ദ ഫോളോയിങ്. നമ്മൾ എന്നിട്ട് ബാക്ടീരിയൽ സസ്പെൻഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് വി ആർ ഡൂയിങ് യൂസിങ് വൺ ഓഫ് ദ ഫോളോയിങ് മീഡിയ. ഏത്? മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഈസ് MHA, that is മുള്ളർ ഹിൻറ്റൺ അഗാർ ഫോർ ഡിസ്ക് ഡിഫ്യൂഷൻ. പിന്നെ നമ്മൾ MIC മെത്തേഡ്സിനാണെങ്കിൽ വേറെ സെപ്പറേറ്റ് പാനൽ തന്നെ ഉണ്ട്, MIC പാനൽ എന്ന് പറഞ്ഞിട്ട്. MIC ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, അതായത് മിനിമം ഇൻഹിബിറ്ററി കോൺസെൻട്രേഷൻ. പിന്നെ നമുക്ക് ഡിസ്ക് ഡിഫ്യൂഷൻ ആണ് കോമൺ ആയിട്ട് ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്നത്. അപ്പം അതിനു വേണ്ടി നമുക്ക് മുള്ളർ ഹിൻറ്റൺ അഗാർ വേണം. ദെൻ അഡീഷൻ ഓഫ് ആന്റി മൈക്രോബിയൽ ഡിസ്ക്. പിന്നെ നമുക്ക് ആന്റി മൈക്രോബിയൽ ഡിസ്ക് വേണം. അത് ഈ മീഡിയയിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. Then we are incubating the plates in the case of disk diffusion and MIC or panels in the case of MIC. MIC dilution ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതും ഇതേപോലെ ഇൻക്യുബേറ്റ് ചെയ്യാൻ വെക്കണം. Then അതിനുശേഷം in the case of disk diffusion we are measuring the zone of inhibition. In the case of MIC panel we are reading the results. And then we are interpreting the antibiotic sensitivity test results. ഇതാണ് അതിന്റെ മെയിൻ ഉള്ളടക്കം. ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് മെത്തേഡ് വരുന്നത്, ആന്റിബയോട്ടിക് സസെപ്റ്റബിലിറ്റി ടെസ്റ്റിംഗ്. ജനറലി ദ ഡയറക്റ്റ് കോളനി സസ്പെൻഷൻ മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ പ്രിപ്പയറിംഗ് ഇനോക്കുലം ഫ്രം ദ കോളനീസ് വിച്ച് ആർ ഗ്രോൺ വിത്തിൻ 18 to 24 hours. അപ്പോൾ സാധാരണ കേസിൽ ഡയറക്റ്റ് കോളനി, അതായത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കോളനി എടുത്ത് സസ്പെൻഷൻ പ്രിപ്പയർ ചെയ്ത് സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ചില കണ്ടീഷനിൽ ഡയറക്റ്റ് കോളനി സസ്പെൻഷൻ മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട് ടു പ്രിപ്പയർ ഇനോക്കുലം ഫ്രം ദ കോളനീസ് വിച്ച് ആർ ഗ്രോൺ ഇൻ ബിറ്റ്വീൻ 18 to 24 hours, while the growth method can be used. അപ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഗ്രോത്ത് മെത്തേഡാണ്. ബൈ ഇൻക്യുബേറ്റിംഗ് ദ ഇനോക്കുലേറ്റഡ് ബ്രോത്ത് വിത്തിൻ growth method can be used by incubating inoculated broth within 2 to 6 hours. The usual McFarland standard for turbidity of the inoculum is 0.5. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, McFarland standard യൂസ് ചെയ്തിട്ടാണ് we are comparing the turbidity with our inoculum. അപ്പോൾ ഇതിന്റെ ടർബിഡിറ്റി എന്ന് പറയുന്നത് 0.5 ആണ് McFarland standard. So 0.5 McFarland standard ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ടു കമ്പയർ ദ ടർബിഡിറ്റി ഓഫ് അവർ ഇനോക്കുലം. അപ്പോൾ ഡയറക്റ്റ് കോളനി സസ്പെൻഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത് നമുക്ക് സെൻസിറ്റിവിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരെ വെക്കത്തുള്ളൂ, അധികം ടൈം ഇൻക്യുബേഷന് വെക്കാറില്ല. അപ്പോൾ അതിനാണ് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡയറക്റ്റ് കോളനി സസ്പെൻഷൻ മെത്തേഡ് യൂസ് ചെയ്യാറ്. നെക്സ്റ്റ് ഈസ് ഡയലൂഷൻ ഓഫ് ബാക്ടീരിയൽ സസ്പെൻഷൻ ഫോർ MIC. ഇനി MICയുടെ കേസാണെങ്കിൽ ദിസ് മസ്റ്റ് ഒക്കർ വിത്തിൻ 15 minutes ആഫ്റ്റർ മേക്കിംഗ് സ്റ്റാൻഡേർഡ് ഇനോക്കുലം. സലൈൻ ക്യാൻ ബി യൂസ്ഡ് ആസ് ഡൈലുവന്റ്. അപ്പോൾ ഇതിൽ സലൈനാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യാറ് ഫോർ ദ സ്മോൾ എമൗണ്ട് ഓഫ് ഇനോക്കുലം ടു ക്രിയേറ്റ് എ കോൺസെൻട്രേഷൻ ഓഫ് 5 into 10 colony forming units per milliliter. As the inoculum is carefully poured over the panel tray, then transferred to the panel prongs, the final concentration is expected to be relatively same. ഇതിന്റെ മെത്തേഡ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും, അപ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും. അപ്പോൾ 2 മെത്തേഡ്സിൽ നിന്ന് മനസ്സിലാക്കുക. Before the inoculation of the bacterial suspension in a growth medium, for instance, Muller-Hinton agar check that there must not be an excess amount of inoculum. അപ്പോൾ നമ്മൾ MHA മുള്ളർ ഹിൻറ്റൺ അഗാറിലേക്ക് ആണല്ലോ നമ്മൾ ഡിസ്ക് ഡിഫ്യൂഷൻ മെത്തേഡിൽ നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്യുമ്പോൾ എക്സസ് എമൗണ്ട് ഓഫ് ഇനോക്കുലം പാടില്ല. സോ ദിസ് ചെക്ക് ഈസ് accomplished. How?
by pressing the swabs on the side of the bacterial suspension tube before inoculating onto MHA plate. ഇതൊക്കെ നമ്മൾ ഡിസ്ക് ഡിഫ്യൂഷൻ പറയുമ്പോൾ മനസ്സിലാവും, പിക്ചർ വെച്ച് പറയുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. അതായത് ഇനോക്കുലം എക്സസ് ആയിട്ട് നമ്മൾ മുള്ളർ ഹിൻടൺ അഗാറിൽ സ്വാബ് ചെയ്യാൻ പാടില്ല. എക്സസ് ഇനോക്കുലം നമ്മൾ ട്യൂബിന്റെ സൈഡിൽ പ്രസ് ചെയ്തിട്ട് അത് കളയണം. എന്നിട്ടാണ് നമ്മൾ അത് എടുത്ത് നമ്മൾ വി ആർ ഇനോക്കുലേറ്റിംഗ് ഓൺ ടു ദിസ് MHA plate. Then inoculate the MHA plate with the swab by starting from the top. അതായത് ടോപ്പ് പോർഷനിൽ സ്റ്റാർട്ട് ചെയ്യും. And carefully swabbing from side to side down to the bottom of the plate. And these steps should be done 3 times after each rotation of the plate. അപ്പോൾ ഓരോ തവണ ഓരോ സൈഡ് ചെയ്ത് നമ്മൾ പ്ലേറ്റ് ഒന്ന് ചരിച്ച് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് 60 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യും. And then we are covering whole MHA plate with evenly swabbed inoculum. In the case of MIC method, inoculum is delivered to each well. These panel prongs containing inoculum must be pressed on all sides and at the center, ensuring that right volume of bacterial suspension transfers to each well, which is approximately 0.1 ml. Then അത് കഴിഞ്ഞാൽ പിന്നെ ഡിസ്ക് ഡിഫ്യൂഷൻ മെത്തേഡിലാവുമ്പോൾ വി ആർ പ്ലേസിംഗ് ആന്റിമൈക്രോബിയൽ ഡിസ്ക്സ് ആർ പ്ലേസ്ഡ് ഓൺ ടു ദിസ് ഇനോക്കുലേറ്റഡ് MHA പ്ലേറ്റ്സ് മാനുവലി യൂസിംഗ് സ്റ്റെറൈൽ ഫോർസെപ്സ് പ്ലേസിംഗ് ഈച്ച് ഡിസ്ക് വിത്ത് ഈക്വൽ ഡിസ്റ്റൻസ്. അത് നമുക്ക് പിക്ചർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും ഡിസ്ക് ഡിഫ്യൂഷൻ പറയുമ്പോൾ. An example for the recommendation states that a 150 millimeter diameter plate can be best applied with only 12 antimicrobial discs. അതായത് 150 millimeter diameter വരുന്ന പ്ലേറ്റ് ആണെങ്കിൽ അതിൽ മാക്സിമം 12 ഡിസ്ക്സ് മാത്രമേ അതിൽ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പാടുള്ളൂ. എന്നാലേ കറക്റ്റ് സോൺ നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുള്ളൂ കിട്ടുന്നത്. അല്ലെങ്കിൽ ഭയങ്കര തിക്കായിട്ട് അധികം 12 കൂടുതലാകുമ്പോൾ നമുക്ക് കൺജസ്റ്റഡ് ആവും. ശരിക്കുള്ള സോൺ മെഷർ ചെയ്യാൻ പറ്റില്ല. ഈച്ച് ഡിസ്ക് മസ്റ്റ് ബി പ്രസ് ടുവേർഡ്സ് ദ സർഫസ് ഓഫ് ദ അഗർ. അപ്പോൾ പ്രസ് ചെയ്തിട്ട് വേണം വെക്കാൻ. ടു എൻഷുവർ ദാറ്റ് ഡിസ്ക് ഡിസ്പ്ലേസ്മെന്റ് വിൽ നോട്ട് ഒക്കർ ഡ്യൂറിങ് ഇൻക്യുബേഷൻ സമയത്ത് ഡിസ്ക് വീണ് പോകാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ നന്നായി പ്രസ് ചെയ്ത് വേണം വെക്കാൻ. Incubation of this inoculated MHA plates with disc must take place considering the type of pathogen. Commonly, അപ്പോൾ പാത്തോജനെ കൺസിഡർ ചെയ്യണം. നോൺ ഫാസ്റ്റിഡിയസ് പാത്തോജൻസ് ആണെങ്കിൽ they are incubated at 35 degrees Celsius for about 16 to 18 hours in an ambient temperature. Other organisms requires longer times, that is 24 hours. നോൺ ഫാസ്റ്റിഡിയസ് ആകുമ്പോൾ അത്ര ഗ്രോത്ത് റിക്വയർമെന്റ്സ്, അതായത് അത്ര ന്യൂട്രിയൻ അവൈലബിലിറ്റി ആവശ്യമില്ലാത്ത ഓർഗാനിസംസ് ഉണ്ടാവും, പാത്തോജൻസ് ഉണ്ടാവും. അവയ്ക്ക് 16 to 18 hours ധാരാളം. ദെൻ ഫാസ്റ്റിഡിയസ് പാത്തോജൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് സ്പെഷ്യൽ റിക്വയർമെന്റ്സ് വേണം, അവരെ മീഡിയയിൽ ഗ്രോ ചെയ്യുന്ന മീഡിയയിൽ, അതാണ് ഫാസ്റ്റിഡിയസ്. Fastidious pathogens such as Haemophilus and Neisseria species, they require 16 to 18 and 20 to 24 hours respectively. In the MIC method, the inoculated panel can be incubated using same temperature and incubation time requirements. Additionally, panels are recommended to be covered by the plastic seal or be contained in a plastic bag to prevent the panels from dehydration, since each well contains relatively minimal amount of bacterial suspension. Next is about indications. The susceptibility testing for antimicrobials is necessary for the patients who raise suspicion of the infection with specific pathogens based on the disease manifestation and clinical correlation. So, antibacterial agents are then used to detect sensitivity or resistance from the bacteria. Although the purpose of this review, it is primarily towards susceptibility testing for bacterial pathogens, it is important to note that there is antifungal susceptibility test also exists for addressing. അപ്പോൾ antibacterial മാത്രമല്ല antifungal susceptibility testing വരുന്നുണ്ട് against Candida, Aspergillus species, etc. Furthermore, antiviral susceptibility tests are also available. Example, influenza. Antiviralum available ആണ് through molecular technologies including sequencing analysis such as Sanger.